ഗുഡ് ഈവനിങ്. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിലെ ലാസ്റ്റ് സെഷനാണ്. അപ്പോൾ ബാഹുൽ നേരെ ഇതിലേക്ക് പോകാൻ തോന്നുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് സ്വഭാവത്തിൽ എനിക്കൊന്ന് നമ്മുടെ ഓഡിയൻസ് സൈഡിൽ കൂടിയുള്ളൊരു ഇൻട്രാക്ഷൻ എന്നുള്ള ഇതിലേക്ക് പോകാവുന്നതാണ്. ഒന്ന്, ഏറ്റവും അവസാനമായിട്ട് പുറത്തിറങ്ങിയ സിനിമ എക്കോ ആണ്. അപ്പോൾ ട്രിലജി ഫാക്ടർ തന്നെ പറയാം. ഇപ്പം ടെറൻസ് മാലിക്കിൻ്റെ ആണെങ്കിലും ഇനരിറ്റുവിൻ്റെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ട്രിലജിയിലൊക്കെ കുറച്ചുകൂടി സ്പിരിച്വൽ, ഡെത്ത്, അതിനപ്പുറത്തൊരു ത്രില്ലർ ഫാക്ടറിലേക്കോ അല്ലെങ്കിൽ അനിമൽ എലമെൻറ്റിലേക്കോ അധികം വന്നിട്ടില്ല. അപ്പം മലയാളത്തിലും ലിജോ മരണം എന്നുള്ള എലമെൻറ്റിലൊരു ട്രിലജി കോൺസെപ്റ്റാണ് ഈമയും ആമേൻ അതിനൊക്കെ പുള്ളി തന്നെ റെഫർ ചെയ്യുന്നത്. അങ്ങനൊരു അനിമൽ എന്നുള്ളൊരു ഫാക്ടറിൽ അങ്ങനൊരു ട്രിലജി കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്, സംഭവിച്ചത് കൂടിയാണ്. എന്നാൽ പോലും അതിൻ്റെ ഒരു ആദ്യമധ്യാന്തം എന്നുള്ളൊരു ആലോചന ഇപ്പോഴാലോചിക്കുമ്പോൾ ഇപ്പോഴും റിവേഴ്സ് ആണല്ലോ. ഇപ്പം എക്കോ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്, കിഷ്കിന്ധാണ്ട് ഇപ്പോഴും ചർച്ചയാവുന്ന സിനിമയാണ്, KCFനും അങ്ങനെ ഒരു റീവാച്ചിൽ ഡിസ്കഷൻ വരുന്ന സിനിമയാണ്. ഇപ്പോൾ ഒരു വ്യൂവർ റൈറ്റർ എന്നുള്ള രീതിയിലൊരു തിരിഞ്ഞ് ആലോചിക്കുന്ന സമയത്തേക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ ആക്ച്വലി ഇത് വളരെ പേഴ്സണലായി നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അല്ല ക്യൂവിലെ എൻ്റെ ടോക്ക് സെഷനിലും പറഞ്ഞിട്ടുണ്ട്. വളരെ പേഴ്സണലായിട്ടുള്ളൊരു നിഷ്കളങ്കരമായിട്ടുള്ളൊരു കുട്ടിത്തം, ഒരു കുട്ടിയാഗ്രഹമായിട്ട് മനസ്സിൽ വെച്ചതായിരുന്നു. ഇതങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് ഫോർ ഫ്രണ്ടിൽ ഇങ്ങനൊരു ലേബൽ വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. കുറച്ച് റിലക്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് ഉള്ളിൽ നമുക്ക് പേഴ്സണലായിട്ട് നമ്മൾ അടുപ്പുള്ള ആൾക്കാർക്ക് ഇത് അറിയായിരുന്നു. നമ്മുടെ ഷാഫി ചമ്മാട് കൺട്രോളർ, അല്ലെങ്കിൽ അഭിനയിച്ച സന്ദീപ്, നമ്മുടെ എഡിറ്റർ മഹേഷ് ഏട്ടൻ, ട്രെയിലർ എഡിറ്റ് ചെയ്ത മഹേഷ് ഏട്ടൻ. അപ്പോൾ ഇവരൊക്കെയാണ് എടാ ഇങ്ങനെ ഒരു സംഗതി ഉറപ്പായിട്ടും നമുക്കത് ലേബൽ ചെയ്ത് തന്നെ വെക്കണം, അത് ഒഫീഷ്യലി തന്നെ അതിൻ്റെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു കാലിഗ്രഫി പോലെ അതിൽ പ്ലേസ് ചെയ്യണം, അത് ഉറപ്പായിട്ട് സിനിമയ്ക്ക് ഗുണമുണ്ടാവും. എനിക്ക് പക്ഷേ എന്തൊരു ചമ്മലായിരുന്നു അത്. നമ്മളെപ്പോഴെങ്കിലും സിനിമയിലെയോ പോസ്റ്ററിലോ ട്രെയിലർ കണ്ടന്റിലോ ഒഫീഷ്യലായിട്ട് വെക്കാതെ അതല്ലാതെയുള്ള ഇത്തരം കാഷ്വൽ സെഷൻ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ചുമ്മാ പങ്കുവെക്കാം, അത്രയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നിർബന്ധപൂർവ്വം അത് എന്തായാലും ഗുണം ചെയ്യുക, നല്ലതാണ്, അതങ്ങനെ വേണം, ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്തതല്ലേ, അപ്പോൾ അതെന്തായാലും വെക്കുന്നതിന് നീ എന്തിനും മടിക്കുന്നത്, എന്തിനും നാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് അതങ്ങനെ വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. കാരണം എക്കോ ഇറങ്ങി തിയേറ്ററിൽ നല്ല രീതിയിൽ സന്തോഷം കിട്ടി. ശേഷം ഇപ്പോൾ OTTയിൽ ഇറങ്ങിയപ്പോൾ അതിനേക്കാളും 2 times സന്തോഷം കിട്ടുന്നു ലോകമെമ്പാടെന്നുള്ള തിയേറ്ററിൽ നിന്ന് കാണാൻ മിസ്സായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരിന്നൊക്കെ കണ്ട് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഗുണം എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരള ക്രൈം ഫയൽസ് 2 കിഷ്കിന്റെയോ കണ്ടിട്ടില്ലാതിരുന്ന ഓഡിയൻസ് ഈ പടം കണ്ടതിന് ശേഷം ഇതിങ്ങനൊരു പാക്കേജിൻ്റെ ഭാഗമാണല്ലേ, എന്നാൽ മറ്റേ രണ്ടും കൂടെ കണ്ടു നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പം മെസ്സേജ് അയക്കുകയും സ്റ്റോറി ചെയ്യുകയും റീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1-1.5 കൊല്ലം മുന്നേ 2 കൊല്ലം മുന്നേ ചെയ്ത വർക്കിന് പോലും ഇപ്പോൾ ഇറങ്ങുന്ന ഒരു വർക്ക് കാരണം അതിന് പിന്നെ ഒരു ആഫ്റ്റർ ലൈഫ്, അത് കത്തിത്തീർന്നൊരു സംഗതിയാണ്. പടക്കം കത്തിച്ചിട്ട് രാവിലെയൊക്കെ എണീറ്റിട്ട് നമ്മൾ പൊട്ടിക്കില്ല വിഷുവിൻ്റെ അടുത്ത ദിവസം എന്ന് പറഞ്ഞവർ എപ്പോഴോ കത്തിത്തീർന്നതാണ്. അതിപ്പോൾ ഇത് ഇറങ്ങിയതിൻ്റെ പിൻബലത്തിൽ അതൊന്നും കൂടി അതിന് വീണ്ടും ഒരു റീവാച്ച് ഉണ്ട്. കണ്ടവർ വീണ്ടും കാണുന്നവരുണ്ട്, കണ്ടിട്ടില്ലാത്തവരുടെ ശ്രദ്ധയിലേക്ക് ഒന്നും കൂടി എത്തി. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് പോലെ തോന്നുന്നു. ആഫ്റ്റർ ലൈഫ് ഉണ്ടായി എന്ന് മാത്രമാണ്. ഇന്നത്തെ കാലത്ത് അത്രയധികം കണ്ടൻറ്റുകൾ, നമ്പർ ഓഫ് കണ്ടൻറ്റ്സ് ഭയങ്കര വോള്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്ത് ഹിറ്റായ സിനിമകൾ പോലും ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും മറന്നു പോവുകയാണ് ഒരു പേര്, അത് ഏതായിരുന്നു സിനിമ, ആരായിരുന്നു അഭിനയിച്ചത്, അതെന്തായിരുന്നു കഥ എന്നുള്ള പോലെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്തും ഇതൊരു പാക്കേജ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ലൈഫ് എക്സ്റ്റൻഷൻ കിട്ടിയത്. എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞൂടാ, ബട്ട് സ്റ്റിൽ ഇപ്പോൾ വാട്ടെവർ ഇപ്പോൾ കിട്ടിയെന്താണെന്ന് വെച്ചാൽ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞൊരു ഒരു കൗതുകം ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഈ എന്താണ് ജിം കോർബറ്റിൻ്റെയൊക്കെ അയാളെക്കുറിച്ചുള്ള ബുക്കുകളോ അല്ലെങ്കിൽ RK നാരായണൻ്റെ മാൽഗുഡി ഡേയ്സ്, പിന്നെ അങ്ങനെയുള്ള ചെറുപ്പം തൊട്ട് അത്തരത്തിലുള്ള ഒരു മിലിയുവിൽ നിന്നുകൊണ്ടുള്ള ബുക്കുകളും കഥകളും എഴുതുന്ന ആൾക്കാരെ കുറിച്ചുള്ള തോന്നിയൊരു ഫാസിനേഷൻ ഉണ്ട്. സിനിമയിലേക്കും ഉണ്ട്, ലിറ്ററേച്ചറിലല്ലാത്തവരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ളൊരു പാക്കേജ് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു ആഗ്രഹം ചുമ്മാ ഒന്ന് നടന്നു കിട്ടി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ഇത് മുൻകൂട്ടി പറയാൻ ഈ പറഞ്ഞ ഒരു റിലക്റ്റൻസ്, ഇത് ബ്രാൻഡായിട്ട് ലേബൽ ചെയ്യാൻ റിലക്റ്റൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കിത് ആദ്യം മുൻകൂട്ടി എല്ലാം പറയുന്നതിലും മടിയുണ്ട്. കാരണം ആദ്യത്തെ സിനിമ തന്നെ ഇത് സിനിമയാണല്ലോ, അൺസർട്ടനിറ്റിയുടെ മേളമാണല്ലോ, ഇത് ഏതൊക്കെയാണ് സിനിമയാവുക, ഇതൊക്കെ നടക്കുമോ ഇല്ല, ഇറങ്ങുമോ ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മുൻകൂട്ടി പറയാൻ എപ്പോഴും പേടിയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ തന്നെ ഇനി 2 കൂടെ വരാനുണ്ട് എന്നൊക്കെ പറയാൻ എപ്പോഴും പേടിയാണ്. ഞാനാണെങ്കിലാണ് ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഡേ പൂജയ്ക്ക് വിളക്ക് കൊളുത്തിയാൽ പോലും ഞാൻ ആ ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറില്ല.
തീരുമാനമാവാൻ വരട്ടെ, ആദ്യം ഫസ്റ്റ് ഷോട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഷോട്ട് എടുത്ത് മോസ്റ്റ്ലി ഞാൻ ആദ്യത്തെ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പായി റൂമിൽ പോയിട്ടാണ് ആദ്യത്തെ ഫോട്ടോ പോലും ഒന്ന് പോസ്റ്റ് ചെയ്യുക. എന്നാൽ പോലും ഞാൻ റെഗുലർലി 40 ദിവസം അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഒന്നും ഇടാറില്ല. ഷൂട്ട് മൊത്തം പാക്കപ്പ് ആയതിനു ശേഷം ഇത് കഴിഞ്ഞാൽ മാത്രമേ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഇടയിൽ വെച്ച് മുടങ്ങിപ്പോകുന്ന പടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ആയി പോകരുത്, അതിനെക്കുറിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ അവയർനെസ് ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് വല്ലാണ്ട് ചാടാറില്ല, ഓവർ എക്സൈറ്റഡ് ആവാറില്ല. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രം നമുക്ക് കഴിഞ്ഞു എന്ന് പറയാം. എന്തായാലും ഇങ്ങനെയൊക്കെ നടന്നു കിട്ടിയതിൽ താങ്ക് യു. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ സിനിമ അത് ഏത് ഭാഷയിൽ നിന്ന് വരുമ്പോഴും ഒരു പുതിയ ജോണർ വരുന്ന സമയത്തൊക്കെ അതിൻ്റെ പൂർവ്വ മാതൃകകൾ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ഇത്തരം സിനിമകൾ, ഇത്രയും ക്രാഫ്റ്റ്മാൻമാർ, ഇത്തരം ഫിലിം മേക്കേഴ്സ് നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനോ ഒരു വിഷ്വലിനോ എപ്പോഴും റെഫറൻസിലേക്ക് പോവാണ്. ഇപ്പം നമ്മളുടെ കയ്യിൽ അത്രയേറെ റിസോഴ്സസ് ഉണ്ട്. ഇപ്പം നേരത്തെ ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണുന്നതിന് പകരം ഇത്രയും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോഴെപ്പോഴെങ്കിലും ഒരു സീരീസോ സിനിമകളോ നമ്മളുടെ തന്നെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പഴയ വിൻറ്റേജ് സിനിമകളൊക്കെ റെഫറൻസ് ആവുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെയൊക്കെ ബാഹുലിൻ്റെ എനിക്ക് തോന്നുന്നത് എഴുത്തിൽ തന്നെ മൗലികത കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ അവിടെ മൗലികത, ഒരു ഒറിജിനൽ പീസ് ഉണ്ടാക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി. ഇപ്പോൾ ബാഹുല് തന്നെ പലപ്പോഴും സിനിമയുടെ ആലോചനയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ കഥകൾ, അച്ഛൻ റെഫറൻസ് എന്നൊക്കെ അപ്പുറത്ത് ഒരു നോൺ ഫിക്ഷൻ റീഡിങ്, അതിൽ നിന്ന് വരുന്ന ഒരു കൗതുകരമായ ആലോചന, അതിനെ വിളക്കി ചേർത്തോ അതിനൊപ്പം കൂട്ടുപോയിട്ടുണ്ടാകുന്ന ആലോചനകളിൽ നിന്നാണ് എഴുത്തുണ്ടാകുന്നതെന്ന്. മൗലികത എന്നുള്ളത് എത്രത്തോളം പ്രധാനമാണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ബാഹുലിനെ സംബന്ധിച്ചിടത്തോളം? ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. എനിക്ക് പേഴ്സണലി എത്രത്തോളം ഒറിജിനാലിറ്റിക്ക് വേണ്ടി ശ്രമിക്കാവോ അത്രത്തോളം ഒറിജിനാലിറ്റിക്ക് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല, കാരണം അൾട്ടിമേറ്റ് ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് ഒരിക്കലും എത്തില്ല. പക്ഷെ അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കാം, ഹസിൽ ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ 100% ഒറിജിനാലിറ്റി വന്നില്ലെങ്കിലും മേ ബി ഒരു 40%, 50% എങ്കിലും ഒരു 10% ഇൻക്രിമെൻ്റ് എങ്കിലും ഓരോ വർക്ക് കഴിയുമ്പോൾ നമുക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. പിന്നെ അതിലൂടെ നമുക്ക് വ്യക്തിത്വം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ റിസ്ക് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിത്വം ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ റിസ്ക് എടുത്തേ മതിയാവുള്ളൂ. നമ്മൾ ഒറിജിനൽ വോയിസ് പുറത്തോട്ട് കാണിക്കാൻ ശ്രമിച്ചാലേ നമുക്ക് വ്യക്തിത്വം ഉണ്ടാവുള്ളൂ. അല്ലാതെ സേഫ് കളിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്കൊന്ന് തട്ടിമുട്ടി പോകാനേ പറ്റുള്ളൂ. അപ്പോഴത്തെ കാര്യവും നടക്കുമായിരിക്കും. അഗെയിൻ ഈ പറഞ്ഞ പോലെ നമുക്ക് വ്യക്തിത്വം ഉണ്ടാവുള്ള, പിന്നീട് നമുക്കൊരു മേ ബി ഒരു സെൽഫ് വാല്യൂ ആണ്, ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെയും കൂടെയാണ്. എന്തെങ്കിലും നമ്മളൊന്ന് വേർത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സന്തോഷം, ഒരു നിർവൃതി, സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. അതിപ്പോൾ ഈ എക്കോ എന്ന് പറയുന്ന സിനിമ ഇത്രയും വിജയമായില്ലെങ്കിൽ പോലും ഐ വുഡ് ഹാവ് ബിൻ ഹാപ്പി. കാരണം ഈ പറഞ്ഞ പോലെ സേഫ് അല്ലാത്ത കണ്ടന്റ് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതെന്തുകൊണ്ട് അങ്ങനെയല്ല, ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റ്. ഇപ്പം സേഫ് എന്ന് വിളിക്കുന്നത് തൊട്ട് മുന്നേ അതുപോലെയുള്ള പടങ്ങൾ, ഇതേ മാതൃകയിലുള്ള പടം ഏതെങ്കിലും വന്നിട്ട് ഹിറ്റായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ് ഇതെങ്കിൽ അതിനെയാണ് സേഫ് എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ മുൻ മാതൃകകളില്ലാത്തൊരു പടം വരുമ്പോൾ അതൊരിക്കലും സേഫ് അല്ല. അപ്പോൾ ആ രീതിയിലുള്ള വർക്കുകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം അതെങ്ങനെയൊക്കെയോ നടന്നു കിട്ടുന്നു. അതെന്തോ ഭാഗ്യം കൊണ്ട് ഒരു ആഗ്രഹത്തോട് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ കുറേ ആൾക്കാരും കൂടെ നിൽക്കുന്നു, അവർ ചങ്ക് പറിച്ച് നിൽക്കുന്നു. എസ്പെഷ്യലി ഇതിൻ്റെയൊക്കെ പ്രൊഡ്യൂസർ ജയറാം ഭായിയുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ എടുത്ത് പറയണതാണ്. പുള്ളിയൊക്കെ ഈ പറഞ്ഞ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർഡ് ആവേണ്ട ആളാണ്. ഈ പറഞ്ഞ സേഫ്റ്റി ആലോചിച്ചിട്ട് ഒറിജിനാലിറ്റി, അവരെ ഇതിൽ പണം മുടക്കുന്ന ആളാണ്, ബിസിനസ്മാനാണ്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൺസേൺഡ് ആവാണ്. ഇത്രയ്ക്കൊക്കെ ഒറിജിനാലിറ്റി വേണം, നമുക്ക് കുറച്ചൊന്ന് സേഫ് ആകാൻ പാകത്തിൽ ആൾക്കാർക്ക് അങ്ങനെ കാറ്റർ ചെയ്യുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്ന പൊസിഷനിലുള്ള ആളാണ് പുള്ളി. പക്ഷെ ഒന്നും ചോദിച്ചിട്ടില്ല. പുള്ളി 100% ഇതിൻ്റെ ഒരു എന്ത് തരം ന്യൂആൻസ് ഉള്ള ഒരു പടമായിട്ട് ഇൻറ്റൻറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതേ ന്യൂആൻസിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം, അത് ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കണം എന്നുള്ള രീതി പുള്ളി ഭയങ്കര സപ്പോർട്ട് ചെയ്യണം. ബാഹുലിന് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അൾട്ടിമേറ്റ് സപ്പോർട്ടായിരുന്നു പുള്ളിയുടെ ഭാഗത്തു നിന്ന്. അത് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരാത്തത്രയും വലിയൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ OTT-ഓടനുബന്ധിച്ചും ഇപ്പോൾ പല ലീഡിങ് OTT-കളിൽ നിന്ന് ഇങ്ങോട്ടായിരുന്നു കോളുകൾ വന്നിരുന്നത്. അത് ജയറാം ഭായിക്ക്, നമ്മുടെ പ്രൊഡ്യൂസറിന്. അപ്പോൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. അതിൻ്റെ ഏറെക്കുറെ ഓൾമോസ്റ്റ് ഒരു ഡബിൾ ദ ഓഫർ ഉണ്ടായിട്ട് പോലും പുള്ളി നെറ്റ്ഫ്ലിക്സിൽ പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ സ്ട്രീം ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് ഇതായതുകൊണ്ട് പരമാവധി ആളിലേക്ക് എത്തണം. തിയേറ്റേഴ്സിൽ കണ്ടിട്ടില്ലാത്ത വിദേശത്തുള്ള ആൾക്കാർക്കും കൂടെ കാണാൻ പറ്റണം. പിന്നെ ഇത് കുറച്ചും കൂടെ പുറത്തുള്ള ആൾക്കാരിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ പുള്ളിക്കുള്ളൊരു തോന്നൽ
അങ്ങനെയാണ് പുള്ളി അത് ആര് വേണ്ടാന്ന് നോക്കി ഇത്രയും കോടികളുടെ എക്സ്ട്രാ ബോണസ് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു അത് പ്യുവർ ഒരു എസ്തെറ്റിക് വിഷൻ അല്ലേ, ഒരു ആർട്ടിസ്റ്റിക് വിഷൻ അല്ലേ. അങ്ങനെ ഒരു എസ്തെറ്റിക് ആൻഡ് ആർട്ടിസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് എത്ര പേരുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇതിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിനും ഓവറോൾ ക്രൂവിനും ഒക്കെ പുള്ളിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എൻകറേജ്മെൻ്റ് ആണ്. കാരണം നമ്മുടെ വർക്കുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയല്ലേ. അപ്പോൾ യെസ്. ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം എനിക്കറിയാം ബാഹുൽ ഒരു സ്ക്രീൻ റൈറ്റിങ്ങിൽ ബാഹുലിൻ്റെ മനസ്സിലേക്ക് എത്തുന്ന ബാഹുലിൻ്റെ കൺവിക്ഷനെ പിന്തുടർന്ന്, അതായത് ഒരു ഇതിൻ്റെ ടൈലെൻഡോ ക്ലൈമാക്സോ എന്താണെന്ന് മുൻനിശ്ചയിച്ചിട്ടല്ല എഴുതുന്നത്. ആ എഴുത്തിൻ്റെ തുടർച്ചയിൽ സംഭവിക്കുന്നത് ആലോചിക്കുന്നതും അതിൻ്റെ തീർപ്പിന് അനുസരിച്ച് എഴുതുന്നതാണ്. എന്നാൽ പോലും ഇനി അങ്ങോട്ടുള്ള എഴുത്തിൽ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള, മലയാളത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ എടുത്തു കാണുന്ന ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള സ്ക്രീൻ റൈറ്റേഴ്സിൽ ഒന്നാമതോ രണ്ടാമതോ നിൽക്കുന്ന ഒരു പേരായിട്ട് ബാഹുൽ മാറ്റുന്നത്. പുറത്തു നിന്ന് ഇപ്പം അറിയാം, എക്കോ ഒക്കെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ റിവ്യൂസും ഇതും വരുന്നത് കേരളത്തിന് പുറത്തുനിന്നാണ്. പുറത്തുള്ള ക്രിട്ടിക്സ്, പുറത്തുനിന്നുള്ള മൂവി ബഫ് ആളുകൾ, അല്ലെങ്കിൽ പുറത്തുള്ള സോഷ്യൽ ടച്ച് പോയിന്റിലേക്ക് ആളുകൾ ഈ സിനിമയെക്കുറിച്ച് തന്നെ എഴുതുകയും ഡീകോഡിങ് നടത്തുകയും ക്ലൈമാക്സ് ചർച്ചയൊക്കെ ചെയ്യാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ 3 എഴുത്തിലും ബാഹുലിൻ്റെ തന്നെ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇനിയൊരു ഈ 4ാമത് എഴുത്തിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ എതിർവശത്ത് പ്രേക്ഷകരെ കണ്ടിട്ട്, അല്ലെങ്കിൽ ബാഹുലിൻ്റെ ഇതുവരെയുള്ള സിനിമ കണ്ട ഒരു ഓഡിയൻസിനെ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെ കൺസീവ് ചെയ്യോ, അല്ലെങ്കിൽ ബാഹുലിനെ തന്നെ അപ്പുറത്തിരുത്തിയാണോ എഴുതുക? എഴുത്തിൽ എങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യോ, പുതിയ രീതി ചെയ്യോ? എന്തായിരിക്കും ഇനി തുടർന്നുള്ള എഴുത്തിൽ? ഒരു പ്ലാനും ഇല്ല. ഇപ്പം പോകുന്ന പോലെ തന്നെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്ത് അപ്പം തോന്നുന്നത് എന്താണോ അത് ഫോളോ ചെയ്ത് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എക്സ്പ്രസ് ചെയ്യുക. നമ്മുടെ ഒരു, ഞാൻ അന്ന് സംസാരിക്കും പറഞ്ഞു, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസുമാർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ നോവലിസ്റ്റുകൾക്കൊക്കെ അവരൊന്നും ഒരു ആൾക്കാരെ കാറ്റർ ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്യാതെ അവരുടെ ഉള്ളിലുള്ള ഒരു എക്സ്പ്രഷൻ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിലവർ അനുഭവിക്കുന്ന ഒരു ക്രിയേറ്റീവ് ലിബർട്ടി ഉണ്ടാവും. നേരത്തെ പറഞ്ഞ നമ്മൾ സംസാരിച്ചിരുന്ന എം പി നാരായണപിള്ള സാറിൻ്റെ കാര്യം, അല്ലെങ്കിൽ ചാർലി കോഫ്മാൻ എന്ന് പറയുന്ന റൈറ്റർ ഡയറക്ടർ, പുള്ളിയുടെയൊക്കെ ഒന്നും ഒരു രീതിയിലും ഫോമുലൈക്ക് ആയിട്ട് പോകാൻ, പുള്ളിയുടെയൊക്കെ എല്ലാ വർക്കുകളും ഭയങ്കര ഒറിജിനലാണ്, ബ്രൂട്ടലി ഒറിജിനലാണ്. അപ്പോൾ അത് പുള്ളിയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകുന്ന ക്രിയേറ്റീവ് ലിബർട്ടി എന്തായിരിക്കും എന്നുള്ള രീതിയിൽ അത് ഭയങ്കര കൗതുകമാണ്, അത് ഭയങ്കര രസമല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകണം എന്നാണ് ഉള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഡൈല്യൂട്ടായി പോവും. പിന്നെ നമുക്ക് എങ്ങനെ ഓഡിയൻസിനെ ജനറലൈസ് ചെയ്ത് കാണാൻ പറ്റും? അത് തെറ്റല്ലേ? നമുക്ക് ഇവർക്ക് ഇത് മനസ്സിലാവും, അല്ലെങ്കിൽ ഇവർക്ക് ഇത് മനസ്സിലാവില്ല, ഇവർ ഇത് സ്പൂൺ ഫീഡ് ചെയ്യണം, ഇവർക്ക് ഇത്തരത്തിലുള്ള സിനിമയാണ് ആവശ്യം, പക്ഷെ അവർക്ക് ഇതായിരിക്കും ആവശ്യം. അങ്ങനെ ജനറലൈസ് ചെയ്യുന്നതും തെറ്റല്ലേ? കാരണം ഓഡിയൻസ് പറഞ്ഞാൽ എല്ലാതരം ആൾക്കാരും ഉണ്ടല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ്, ഡു യുവർ സ്റ്റഫ് വിത്ത് ഓണസ്റ്റി. ഏറ്റവും ഓണസ്റ്റായിട്ട് ജെന്യുവനായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഫേസ് ദ റിസൾട്ട്. അത് മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലത്. അതാണല്ലോ അതിൻ്റെ ഒരു ത്രില്ല്. അല്ലാതെ നേരത്തെ പറഞ്ഞൊരു വളരെ സേഫായിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫായിട്ട് ചിലപ്പം തോന്നണമെന്നില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ പോകണമെന്നാണ്. പിന്നെ അടുത്ത എഴുത്തിന് വേണ്ടി ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ ഒന്നും പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് അധികം പ്രായവും ലോകപരിചയമോ ഒന്നും ആയിട്ടില്ല, അധികം യാത്ര ചെയ്തുള്ള പരിചയമോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മേക്കപ്പ് ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കുറേ റിസോഴ്സ്ഫുൾ ആയേ പറ്റുള്ളൂ, കുറേ കണ്ടൻസ് ഞാൻ കൺസ്യൂം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണി കണ്ടതൊക്കെ വായിക്കുകയാണ്. ഒന്ന് പത്രം വായന നന്നായിട്ട് കൂട്ടി. ഇവിടെ സിനിമാ താല്പര്യമായിട്ടുള്ള, എഴുത്ത് താല്പര്യമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പത്രം വായന ശീലമായിക്കോളൂ. എന്നെയൊക്കെ ചെറുപ്പം തൊട്ടേ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ പറയുന്നതാണ് പത്രം വായിക്കുന്നത്. അന്ന് ഞാനൊന്നും കേട്ടില്ല. അതിൻ്റെയൊക്കെ വിഷമം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പല കാര്യങ്ങളും വരുമ്പോൾ അച്ഛനോട് ചോദിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യേണ്ടി വരുന്നു, അറിയുന്നവരോട് ചോദിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇപ്പം ഞാനത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം ഒരു മലയാളം പത്രമായിട്ട് ഇംഗ്ലീഷ് പേപ്പറും കൂടെ വായിക്കുന്നുണ്ട്. ബുക്കുകൾ ഒരു ഇന്ന വിഷയം എന്നുള്ള രീതിയിലൊരു സ്പെസിഫിസിറ്റി ഒന്നും ഇല്ലാതെ കണ്ണി കണ്ടതൊക്കെ വായിക്കണം. നോൺ ഫിക്ഷൻസ് ആണ് വായിക്കുന്നത്, ഫിക്ഷൻസ് വായിക്കുന്നില്ല. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ ലക്ഷ്യബോധം ഇല്ലാത്ത എഴുത്തായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഉദ്ദേശം വെച്ചിട്ട് ഇത് ടാർഗറ്റ് വെച്ചിട്ട് ആ വിഷയത്തെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് മാത്രം വായിച്ചാൽ മതി. എനിക്ക് പലപ്പോഴും എഴുതി തുടങ്ങുമ്പോഴായിരിക്കും ഇത് കഥ ഇങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ തോന്നണേ. അപ്പോൾ നമുക്ക് എത്ര കണ്ട് നമ്മുടെ ആഴ്സണലിൽ അല്ലെങ്കിൽ ലൈബ്രറിയിൽ എന്തൊക്കെ വിഷയങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അതിൽ നിന്നേ നമുക്ക് ഐഡിയാസ് എന്തെങ്കിലും വരുള്ളൂ. ഇപ്പോൾ ഈ എക്കോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലേഷ്യൻ സീക്വൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എം പിള്ള സാർ എഴുതിയ ഞാൻ എന്ന് പറയുന്ന ആത്മകഥ വായിച്ചിട്ടുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ മലേഷ്യൻ 1940s മലേഷ്യ എന്ന് പറയുന്നൊരു ഇമേജറി മനസ്സിലേക്ക് വരികയില്ല. എന്ന് പറഞ്ഞൊരു കേരള ക്രൈം ഫയൽസ് 2-ലാണെങ്കിൽ അജിത് ചേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ സംഭവിക്കുന്ന കർണാടക പോലീസുകാരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഒരു 5-6 വർഷം മുന്നേ പത്രത്തിൽ എവിടെ ന്യൂസിൽ ഞാൻ കണ്ടിട്ടുള്ള വാർത്തയാണ്. അദ്ദേഹം വെറുതെ റാൻഡംലി കൺസ്യൂം ചെയ്തൊരു സംഗതിയാണ് എഴുതുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് വന്നത് എന്ന് കിഷ്കിന്ത എഴുതുന്ന സമയത്ത് പണ്ടെങ്ങോ വായിച്ചിട്ടുള്ള ആർ കെ ബിജുരാജിൻ്റെ ഒക്കെ കോൺവെർസേഷൻസ് ഓൺ ഡയലോഗ്സ് ഓൺ നക്സലിസം, അങ്ങനെ എന്തൊക്കെയോ ബുക്കുകളുണ്ട്, നക്സൽ വർഗീസ്, അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ടല്ലോ നക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള.
അത്ര ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഇതിനൊക്കെ സ്റ്റിമുലേഷൻ ആയത്. പല അനക്ഡോട്ടുകൾ ചേർക്കാൻ, പല ഡ്രാമകൾക്കും ചെറിയ ഡീറ്റെയിലിങ്ങുകൾ ചേർക്കാൻ. ആ ഡീറ്റെയിലിംഗ് ചിലപ്പോൾ മെയിൻ പ്ലോട്ടിൻ്റെ ഭാഗമല്ലായിരിക്കാം, പക്ഷെ അത്തരം ഡീറ്റെയിലിങ്ങുകൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ലെയർ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു മിലിയുവിനെ രൂപപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കാം ചില സ്ഥലങ്ങളിൽ അവിടെ ഇത് മുന്നേ സംസാരിച്ച് കേട്ടിട്ടില്ലാത്തൊരു പശ്ചാത്തലമായിട്ടോ ഒരു വിഷയമായിട്ടോ അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും ഒരു ഫ്രഷ്നെസ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ കണ്ടതൊക്കെ വായിക്കുന്നത് ഇനി എന്തെങ്കിലും എഴുതുമ്പോൾ അതുമായിട്ട് കൂട്ടി കണക്ട് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകൾ അവൈലബിൾ ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ, ഞാൻ അന്നും പറയാറുണ്ട്, എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വെറുതെ ജനറൽ പെരിഫറൽ കാര്യങ്ങൾ സംസാരിക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും ടേക്ക് അവേ കിട്ടുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി വായിച്ചതിൽ എല്ലാം ഓർമ്മ കിട്ടുന്നില്ല. ഈ ഒരു മാസം ഏകദേശം ഞാനൊരു 28 ബുക്കുകളോളം വായിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒന്ന് വെച്ചിട്ട് അപ്പോൾ കണ്ട വായനയൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എനിക്ക് വേർത്തിയായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം, ഇന്ത്യൻ റെയിൻബോ എന്ന് പറഞ്ഞ ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയ എന്ന് പറയുന്ന ഒരു ആർമി ഡോക്ടറിൻ്റെ അനുഭവക്കുറിപ്പുകളാണ്. നല്ല ബുക്കാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ കണ്ടന്റിലേക്കും കിടക്കുന്നില്ല, ഓരോ ബുക്കിൻ്റെയും കണ്ടന്റ്സ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും. ഇതൊന്ന്. പിന്നെ ഐലൻഡ് ഓഫ് അനിത പ്രതാപ്, ജേർണലിസ്റ്റ് അനിത പ്രതാപിൻ്റെ ഐലൻഡ് ഓൺ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരിയുടെ ശ്രീലങ്കൻ ഓർമ്മകളും അഫ്ഗാനിസ്ഥാനിലെ ഓർമ്മകളൊക്കെ വെച്ചിട്ടുള്ള ഉഗ്രം ബുക്കാണ്. അത് നോൺ ഫിക്ഷനാണ്, അനുഭവക്കുറിപ്പുകളാണ്. അതിന് മലയാളവും ഒക്കെ ഉണ്ട്. പിന്നെ മധു എസ് നായർ എന്ന് പറയുന്നൊരു അമേരിക്കൻ മലയാളിയുടെ അമേരിക്കയും ഞാനും എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു അനുഭവക്കുറിപ്പുകൾ, ഒരു 10-40 കൊല്ലത്തോളം പുള്ളി അമേരിക്കയിൽ ജീവിച്ചിരുന്ന ആളാണ്. ആ അനുഭവക്കുറിപ്പുകൾ ഭയങ്കര ഫ്രഷാണ്. പിന്നെ ഒരു ക്യാപ്റ്റൻ RS നായർ എന്ന് തന്നെയാണ് പേരെന്ന് തോന്നുന്നു. ഒരു കപ്പിത്താൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് ബുക്കിൻ്റെ പേര്. ഒരു ഷിപ്പിൽ ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരുന്ന ഒരാളുടെ സർവീസ് കാലത്തെ അനുഭവങ്ങൾ. പെട്ടെന്ന് ഇതൊക്കെ മനസ്സിൽ വരുന്നു. ഇതൊക്കെ നിങ്ങൾ വായിച്ചോ, കാരണം ഇതൊന്നും നമുക്ക് അധികം നമ്മളെ പബ്ലിക് ഡൊമൈനിൽ അധികം സിനിമയിലും ഒന്നും അധികം ചർച്ച ചെയ്ത് കാണാത്ത കുറേ ഇൻഫർമേഷൻസ് ഇതിലൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് ആർമി ഓഫീസേഴ്സിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു കൈൻഡ് ഓഫ് ഫോമാറ്റ്, ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു അതിനൊക്കെ. അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു ഈ ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയൻ്റെ ബുക്ക് വായിച്ചാൽ. മേ ബി അതൊരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ആയതുകൊണ്ടും ഒരു ഡോക്ടർ ആയതുകൊണ്ടും ഒക്കെ പുള്ളിക്കാരി പിക്ക് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവരെ നോട്ട് ചെയ്ത സാധനങ്ങളുടെ പെക്യുലിയാരിറ്റി കൊണ്ടായിരിക്കും ആ ബുക്കിനൊരു ഫ്രഷ്നെസ്സും അല്ലെങ്കിൽ ഒരു കൗതുകവും ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന 4 ബുക്കുകൾ പറഞ്ഞാണ്. ഇനിയും കൂടെ ഓർമ്മ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ഈ നമ്മുടെ എക്കോയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അത്തിച്ചേടത്തിയുടെ ഒരു ബൈനോക്കുലർ കാഴ്ച നമുക്കറിയാം. അവിടെ ഒരു സ്പൂൺ ഫെഡ് എലമെൻ്റ് ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തിയേറ്റർ റിലീസ്, അതിനുശേഷമുള്ള OTT റിലീസ്, ഇപ്പോഴും അതിൻ്റെ ഡീകോഡിങ് ആളുകൾ അവസാനിപ്പിക്കുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ എടുക്കുന്നൊരു ടേക്ക്, അതായത് ഇപ്പം അത് കേരള ക്രൈം ഫയലിലാണെങ്കിലും ഈ സിനിമയുടെ പര്യവസാനം, അതിൻ്റെ ക്ലോഷർ എന്നത് വേണ്ടെന്ന് വെക്കുന്നതിൽ അത് വലിയൊരു ടാസ്ക് ഉണ്ട് സ്ക്രീൻ റൈറ്റിങ്ങിൽ. അവിടെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് ആവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു ഇൻവിസിബിൾ ക്ലോഷർ ഉണ്ടാവണം എന്നുള്ളതാണല്ലോ. ആളുകൾക്ക് ചിന്തിച്ച് ഊഹിച്ചെത്താവുന്ന ഒരു ദൂരത്ത് അത് കൊണ്ട് നിർത്തണമല്ലോ. ശരിക്ക് ഈ പറഞ്ഞ എനിക്കറിയാം അതിൻ്റെ എഴുത്തിൻ്റെ തുടർച്ചയിൽ സംഭവിച്ചതാണ്. എന്നാൽ പോലും അതിന് മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഒറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. എഴുത്തിലും അത്തരം ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, അത്തരത്തിലുള്ള സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്. അത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോഴൊക്കെ അത്തരത്തിലുള്ള സിനിമകളോടും ആ സിനിമകൾ ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ അടുത്തൊക്കെ വളരെ നല്ല മതിപ്പും അഡ്മിറേഷനും റെസ്പെക്റ്റും ഒക്കെ തോന്നാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവർ ഇപ്പം ഞാൻ അത് സിനിമകൾ കാണുമ്പോൾ എൻ്റെ കോമൺ സെൻസിനെയോ സെൻസിബിലിറ്റിയോ ഇൻ്റലിജൻസിനെയോ ഒക്കെ ആ ഫിലിം മേക്കേഴ്സും ആ സിനിമയും റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ സിമിലർലി എനിക്കും ഓഡിയൻസിൻ്റെ ഇൻ്റലിജൻസിനെ പരമാവധി റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത് അത്രയൊക്കെ തന്നെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് പോസിബിലിറ്റീസിനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബൈനാക്കുലറിലൂടെ വിഷൻ POV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണിക്കാനാണ്? ഇപ്പോഴും അതിൽ പറയുന്നത് കുര്യച്ചൻ എവിടെ ഒരു ഗുഹയിൽ പോയി ഒളിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിപ്പോഴും ഒരു ഊഹമാണ്. വിനീതേട്ടൻ പറഞ്ഞു കേട്ടതായിട്ടുള്ള ഒരു ഓർമ്മ, അല്ലെങ്കിൽ സഹീർ മുഹമ്മദ് പാപ്പച്ചൻ എന്ന് പറയുന്ന പോലീസുകാരൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ഉള്ളതാണോ എന്നുള്ള അർത്ഥത്തിൽ വയ്ക്കുന്നുള്ളൂ. മാത്തിച്ചേട്ടത്തെയും പറയുന്നത് വന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് എന്നോടും പറഞ്ഞിട്ടുള്ളത്. അല്ല, അവർക്കും ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് ആ സ്ഥലം കണ്ടായിട്ട് ഓർമ്മയില്ല. ഇങ്ങനെ ആർക്കും ഓർമ്മയില്ല. ഇവൻ നേവിക്കാരൻ അവസാനം ഇത് ഡീകോഡ് ചെയ്ത് പാപ്പച്ചൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. അത് കുര്യച്ചൻ ഇങ്ങനെ ഒളിവിൽ പോയി തങ്ങിയിട്ട് പിന്നീട് അവിടെ ലോക്കായി പോയതാണെങ്കിലും ഇപ്പോൾ താൻ പറഞ്ഞൊരു ഗുഹയെങ്കിൽ ഗുഹ എന്നുള്ള ലൈനിലാണ് സംസാരിക്കുന്നത്. ബട്ട് നോട്ട് നെസസറിലി അത് ഗുഹ തന്നെ ആവണമെന്നില്ല. കോൺസെപ്ച്വലി, ഇൻ പ്രിൻസിപ്പിൾ, കോൺസെപ്ച്വലി ആൻഡ് തിയററ്റിക്കലി ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. കുര്യച്ചൻ എവിടെയാണോ വോളണ്ടിയർലി സ്വമേധയാ ഒളിവിൽ പോയി താമസിച്ചത് അവിടെ നിന്ന് അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ലോക്കാണ്.
അത് എന്ത് തരം സെറ്റപ്പും ആവാം, ഫിസിക്കലി അതിൻ്റെ അപ്പിയറൻസ് എന്ത് തന്നെ ആവാം, പല രീതിയിലുള്ള സംഗതികളാവാം. അപ്പോൾ അത് ഒരു വിഷ്വൽ ഇമേജ് പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ കില്ല് ചെയ്യാണ് എന്ന് മാത്രമല്ല ആ ഇമേജിൻ്റെ ഫിസിക്കൽ പോസിബിലിറ്റി, അതിൻ്റെ ലോജിക്കൽ പോസിബിലിറ്റിയെ കുറിച്ച് അനാവശ്യമായിട്ട് ആൾക്കാർ ചിന്തിച്ച് കയറുകയും ഇതിൻ്റെ നമ്മൾ ആൾക്കാരുടെ മനസ്സിനെ ഡ്രൂ ചെയ്യാൻ റൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഇതിൻ്റെ നരേറ്റീവിൻ്റെ ലെയേഴ്സ് മിസ്സാവാതെ അവർ ഈ വെറും പെരിഫറിയിലുള്ള ഈ ഒരു ഇമേജ് മാത്രം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് ചിന്തിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് സങ്കേതം തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ പുറത്ത് എത്ര നായ്ക്കൾ കാവലിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആംബിഗ്വിറ്റി ഉണ്ടല്ലോ, അത് ആൾക്കാർ ചിന്തിക്കുമ്പോൾ ആൾക്കാരുടെ ഇമാജിനേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷ്വലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ആൾക്കാർ ഇമാജിൻ ചെയ്യുന്നതിന് തന്നെ ആയിരിക്കും അൾട്ടിമേറ്റ് വൈൽഡ്നെസ്, അതിൻ്റെ ഗ്രാൻഡ്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അവരവരുടെ ആസ്വാദന ശേഷിക്കനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച് അവർക്ക് ആ എൻവിഷൻ ചെയ്ത് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെറിഷിങ് സുഖം നമ്മൾ ഓഡിയൻസിൽ നഷ്ടപ്പെടുത്തരുത്. ഇതൊക്കെയാണ് ആ ക്ലൈമാക്സിലൂടെ ഉദ്ദേശിച്ചത്. അത് ഇപ്പോൾ ഡിസ്കഷനോ സോഷ്യൽ മീഡിയയിലെ ഡിസ്കഷൻ, റെഡിറ്റ് ഡിസ്കഷനിലൊക്കെ കാണുമ്പോൾ സംശയം ചോദിക്കുന്നവർക്ക് ആൾക്കാർ മറുപടി കൊടുക്കുന്നത് കാണുന്നുണ്ട്. അവർ മറുപടി കൊടുക്കുന്നത് ഏതാ, ഇതൊക്കെ ഇത്ര മനസ്സിലാക്കാനുള്ളൂ, അത് ഇങ്ങനെയാണ് അതിലിങ്ങനെ പറയുന്നില്ലേ, മറ്റേ സീനിൽ ഇങ്ങനെ പറയുന്നത്, അത് ഇങ്ങനെ ഉണ്ടല്ലോ, ഇത്ര അനായാസമായിട്ടാണ് ആൾക്കാർ അതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറം സ്പൂൺ ഫീഡ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു നോർമൽ സ്പൂൺ ഫീഡ് പടമാവുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഇപ്പം ഈ അനായാസമായി മറുപടി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഇൻ്റലിജൻസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ ആയി പോവില്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നോ ഡു ഇറ്റ് വിത്ത് ഓണസ്റ്റി, എന്നിട്ട് ഫേസ് ദ റിസൾട്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ KCF സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലാണ്. കിഷ്കിന്ധാകാണ്ടും എക്കോയും നോക്കിക്കഴിഞ്ഞാൽ ഈ 2 വർഷങ്ങളിലെ ഏറ്റവും കമേഴ്ഷ്യൽ സക്സസ് ആയ 2 സിനിമകൾ കൂടിയാണ്. പക്ഷെ നമ്മൾ മലയാളത്തിലെ ഒരു 180 എണ്ണത്തിൽ വരുന്ന സിനിമ നോക്കുമ്പോൾ ഒരു 20 സിനിമയ്ക്ക് മാത്രമേ ഈ പറഞ്ഞ സക്സസ് പോസിബിൾ ആവുന്നുള്ളൂ. അവിടെ ഒരു മൂവി ബഫിനെ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയെ കാണുന്ന ഓഡിയോ വിഷ്വൽ മീഡിയം അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ ഏതെങ്കിലും തരത്തിലൊരു പുതുമ, ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകൾ വരുന്നത് കുറവാണ്. അപ്പോൾ കിഷ്കിന്ധാകാണ്ഡമാണെങ്കിലും എക്കോ ആണെങ്കിലും നമ്മളുടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ അല്ലെങ്കിൽ ഒരു ദൃശ്യ നവീനതയൊക്കെ മലയാള സിനിമയിലേക്ക് ഒരുപാട് മുന്നോട്ട് നയിച്ച സിനിമകളാണ്. ഇതിനെ കമേഴ്ഷ്യലി കൂടി, ഞാൻ പറഞ്ഞത് അതിൻ്റെ ബജറ്റ്, എനിക്കറിയാം ഇത് ഓൾറെഡി വേറെ തരത്തിൽ ആൻസർ ചെയ്യേണ്ടതെന്ന്, ഇതിൻ്റെ ബജറ്റ് പെർസ്പെക്റ്റീവിലല്ലാതെ പ്രേക്ഷക സ്വീകാര്യയുടെ കാര്യത്തിൽ എന്ത് തരം കോൺഫിഡൻസ് ആണ് ഈ 2 സിനിമകളുടെ സക്സസിന് പിന്നാലെ ബാഹുവിലുള്ളത്? ഓക്കെ, നേരത്തെ ചോദ്യത്തിൽ പറയാൻ വിട്ടുപോയ ഒരു ഷോർട്ട് ലൈൻ ഉണ്ട്. അതായിരുന്നു ആക്ച്വലി സ്പൂൺ ഫീഡ് ചെയ്യുന്നതിൻ്റെ കാര്യം ചോദിച്ചല്ലേ. അത് അത്തരത്തിലുള്ളൊരു സിനിമയായിട്ടല്ല ഇത് ചെയ്യാൻ എഴുത്തിലും കൺസീവ് ചെയ്യുന്ന സമയത്ത് എഴുതുമ്പോഴായാലും ഉദ്ദേശിച്ചിരുന്നത്. ഇത് ഇത്രത്തോളം സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിലാവരുത് എന്നുള്ളതായിരുന്നു എഴുത്തിലും കൺസീവ് ചെയ്യുമ്പോഴും ഉപയോഗിച്ചത്. അതാണ് അതിൻ്റെ ഷോർട്ട് ആൻസർ നേരത്തെ. ഈ ക്വസ്റ്റ്യൻ്റെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവല്ലേ? അല്ല, ഈ പ്രേക്ഷകരുടെ കാര്യത്തിൽ ഈ 2 സക്സസ് വരുന്ന സമയത്ത് പ്രേക്ഷകരുടെ കാര്യത്തിൽ എന്ത് തരം കോൺഫിഡൻസ് ആണ്? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന അതിന് എതിർവശത്തുള്ള ഏറ്റവും കമേഴ്ഷ്യൽ സക്സസ് ആയിട്ടുള്ള നമ്മൾ 100 crores 50 crores സിനിമകളിലെല്ലാം കുറച്ചുകൂടി സ്പൂൺ ഫീഡ് ചെയ്യുന്ന, കുറച്ചുകൂടി ഫോമാറ്റിനെ ഫോളോ ചെയ്യുന്ന സിനിമകളാണല്ലോ. ഈ 2 സിനിമകൾ നിങ്ങൾ ഇതിൻ്റെ എതിർദിശയിൽ നിന്നിട്ട് സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ അതൊന്നും അങ്ങനെയുള്ള കോൺഫിഡൻസിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല, ബോധർ ചെയ്യാറില്ല. ഡു യുവർ സ്റ്റഫ്, അത്ര മാത്രമേ ഉള്ളൂ. അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ വിഷനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ വരുന്ന പ്രൊഡ്യൂസർക്ക് കൈകൊള്ളാതിരിക്കാൻ പാകത്തിൽ എടുക്കേണ്ട മെഷേഴ്സൊക്കെ എടുക്കുക. പരമാവധി കോസ്റ്റ് ലിമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ്, സൂപ്പർ ഡിമാൻഡിങ് ആവാൻ പാടില്ല. പിന്നെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാലും ധാരാളിത്തം കാണിക്കാൻ പാടില്ല. എന്തായാലും കുറച്ചൊക്കെ നമ്മൾ വിചാരിച്ച പോലെ പ്ലാനുകൾ പോവില്ല, ക്ലൈമറ്റ് കൊണ്ടും മറ്റു കാരണങ്ങളും കൊണ്ടൊക്കെ. അപ്പം അതൊക്കെ മേക്കപ്പ് ചെയ്യണം. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ മഴ വരികയാണ്. മഴ വരുമ്പം തന്നെ ഷൂട്ട് മുടങ്ങുന്ന സമയം മിസ്സാകുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ ഇങ്ങനെ വിളിച്ച് ഷാഫിക്ക ആ പാറ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ആ പാറ് കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാറിൻ്റെ ഒരു ദിവസത്തെ റെൻറ്റ് 1500 രൂപയും അതിൻ്റെ കൂടെ വരുന്ന ഒരാളുടെ ബാറ്റയും കട്ട് ചെയ്യാം. അപ്പോൾ ഒരു 3000 രൂപയുടെ വ്യത്യാസം അതിലുണ്ടാക്കണം. ഓക്കെ, അവിടുന്ന് 2 ദിവസം കഴിയുമ്പോൾ മഴ കൂടുകയാണ്, കാറ്റ് കൂടുകയാണ്, ഷൂട്ട് സ്ലോ ആകുന്ന ഉറപ്പായി. അപ്പോൾ എന്ന് വെച്ചാൽ ഷൂട്ട് സ്ലോ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിചാരിച്ചതിനേക്കാളും ചിലപ്പോൾ 1-2 ദിവസം കൂടിയേക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിരിക്കുന്നത്, ഷാഫിക്ക ഒരു കാര്യം ചെയ്യും, ആ 2 M40യും മറ്റേ 2 പാറും ഈ 5 ഒരു 6ഓളം ലൈറ്റുകൾ കട്ട് ചെയ്തേക്ക് എന്ന് പറയുമ്പോൾ 6 ഒരു 8000 രൂപയോളം അതിൻ്റെ റെൻറ്റും ഒരു 5 ബാറ്റയും കുറയും. അപ്പോൾ ഒരു 10-18,000 രൂപ പെർ ഡേ അതിൽ തന്നെ ഓൺ ലൊക്കേഷനിൽ കുറഞ്ഞു. പിന്നെ ഇവരുടെ റൂമിൻ്റെ റെൻറ്റ്, അവരുടെ ഫുഡ് എന്നൊക്കെ ഒരു 10-22,000 രൂപയുടെ വ്യത്യാസം ഒരു പെർ ഡേയിൽ വെച്ചേക്കുന്നുണ്ട്. 22,000 × 40 ദിവസത്തെ കോസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും.
അപ്പോൾ ഇതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ലാഭിച്ച് മിച്ചം വെക്കണ എന്താ ഇതിപ്പോൾ ഓക്കെ ഒരു 40 ദിവസത്തെ ഷൂട്ട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഒരു 8 ലക്ഷം രൂപയായി എന്ന് വിചാരിച്ചോ, ഈ ലാഭിക്കുന്ന എമൗണ്ട്. ഈ 8 ലക്ഷം രൂപയെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 2 ദിവസം എക്സ്ട്രാ ഷൂട്ട് ചെയ്യാം അവസാനത്തേക്കാകുമ്പോൾ. അപ്പോൾ അത് ആർക്കും ഒരു പരാതി തോന്നും, ഓക്കെ അത് എക്സ്ട്രാ അല്ല, ഓൾറെഡി നമ്മളങ്ങനെ ലാഭിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നൊരു ഫീല് പ്രൊഡക്ഷനും ഉണ്ടാവും. എനിക്കൊരു ഗുഡ് ഫീലിംഗ് ആണത്. അധികം ചിലവില്ലാതെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റിയല്ലോ എന്ന് പറയുന്നത് എനിക്ക് ഒരു സെൽഫ് റിവാർഡിങ് പോലെ എനിക്കത് തോന്നാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പ്രൊഡ്യൂസറിനെ മാക്സിമം സേഫ് ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. കണ്ടന്റിൽ ട്രസ്റ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ഒരുപാട് നമ്മൾ കോൺഫിഡൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഓഡിയൻസ് ഇത് എങ്ങനെ എടുക്കുന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ സമ്മർദ്ദപ്പെട്ടു പോകും. പിന്നെ നമുക്ക് ഈ ജോലി ആസ്വദിക്കാൻ പറ്റില്ല. നമ്മളത് ആസ്വദിക്കാനും കൂടെ വേണ്ടിയിട്ടാണല്ലോ ചെയ്യണത്. പിന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. ഇപ്പോൾ ഞാൻ സിനിമയിൽ 2018-19 സമയത്താണ് ഞാൻ ആക്ച്വലി കോളേജ് പഠനമൊക്കെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. ആ സമയം തൊട്ട് ഷോർട്ട് ഫിലിംസിന് ഫ്രീലാൻസ് ആയിട്ട് ക്യാമറ ചെയ്യാൻ പോകുമായിരുന്നു. പിന്നെ PG സിനിമാറ്റോഗ്രഫി പഠിച്ചു. അത് കഴിഞ്ഞ് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. ഗ്രേസ് വില്ല, തവിടോട് ചെയ്യും, അങ്ങനെ കുറേ ബാക്ക് ടു ബാക്ക് കുറേ ഷോർട്ട് ഫിലിംസ് ഫ്രീലാൻസ് ചെയ്യും. ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സമയത്തൊന്നല്ല, ജനിച്ചൊന്നും തൊട്ട് ആ കാലം വരെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സിനിമയിൽ കയറിയുമ്പോൾ തൊട്ടാണ് ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയത്. ഒരു ആദ്യത്തെ അൺസർട്ടനിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വർക്കുകൾ വരുന്നില്ല. എനിക്ക് വരുന്ന വർക്കുകൾ തന്നെ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അത് എൻ്റെ കഴിവുകളും കൂടി തന്നെയാണ്. നമുക്ക് അത്ര സെലക്റ്റീവായിട്ട് ഒരു ടെക്നീഷ്യന് നിൽക്കാൻ പറ്റില്ല. വരുന്ന വർക്കുകൾ തന്നെ വരുന്ന വർക്കുകളിൽ നല്ലത് ഏതെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ആ കിട്ടുന്ന വർക്കുകളിൽ അത് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നല്ല വർക്കുകളിലേക്ക് വരും. അപ്പോൾ അത് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന സമയത്താണ് കൊറോണ ലോക്ക്ഡൗണും കൂടെ വന്നപ്പോൾ ശരി എന്നാൽ എനിക്ക് പേഴ്സണലി എന്ത് തരം വർക്ക് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം, ഏത് തരം സിനിമ ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം, എങ്ങനെയുള്ള മേക്കിംഗ് രീതിയിൽ, എങ്ങനെയുള്ള ഷോർട്സുകളുള്ള, എങ്ങനെയുള്ള കഥകളും എങ്ങനെയുള്ള മീറ്ററും ഋതവും ഒക്കെ ഉള്ള പടങ്ങൾ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടോ അത് എഴുതാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം കിഷ്കിന്ധ കണ്ട് എഴുതിയത്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയായിരുന്നു. അത് എഴുതി കഴിഞ്ഞ് ഉടനെ ഒരു 1-2 മാസത്തിനുള്ളിലാണ് ഈ എക്കോയുടെ സ്ക്രിപ്റ്റ് അന്ന് എഴുതുന്നത്, 2021 ആ സമയത്ത് തന്നെ. അപ്പോൾ എക്കോ എഴുതുന്ന സമയത്ത് ഓക്കെ കിഷ്കിന്ധ പോലെ ഇതെല്ലാം ഒരേ മേക്കിംഗ് അല്ലോ, പാറ്റേൺ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ആ പാറ്റേണിലുള്ള ഒരു സിനിമയുടെ ആഗ്രഹം എന്നുള്ളത് കിഷ്കിന്ധയിലൂടെ സാധിച്ചു. ഇനി അത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം നോക്കാം. ഇനി കുറച്ചും കൂടെ ഈ ഒരു അഡ്വഞ്ചർ മൂഡിലുള്ള, നേരത്തെ പറഞ്ഞ ഈ സ്പീൽബർഗ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനിലൊക്കെയുള്ള അങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ ഡെന്നി വില്ലനൂവയുടെ ഇൻസ്പിറേഷനിലൊക്കെ ഉള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൂഡ്. ഇതൊന്നും ഒരിക്കലും ആ ലെവലിലേക്ക് നമ്മൾ എത്തൂല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. പക്ഷേ ഈ ആസ്പിറേഷൻസ് ആണല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ മോഡിലുള്ള അത്തരം കുറച്ച് കൊറിയോഗ്രഫി ഷോട്ടുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന പടം എന്നുള്ള രീതിയിലാണ് എക്കോ എഴുതുന്നത്. സോ എന്ത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് അത്തരം വർക്കുകൾ നമുക്ക് വരാണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അല്ലേ, നമുക്ക് പുറത്തുനിന്ന് ഇവിടെ നിന്നൊന്നും കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ നട്ട് വളർത്തിയിട്ട് പാകം ചെയ്ത് തിന്നാന്ന് പറയുന്ന രീതിയിൽ അതിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അതൊക്കെ നടന്നു കിട്ടി. അത് ഈ പറഞ്ഞ മാതിരി ബഡ്ജറ്റ് കോൺഷ്യസ് ആയതുകൊണ്ടും സൂപ്പർ ഡിമാൻഡിങ് അല്ലാത്തതുകൊണ്ടും ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഈ എക്കോയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഒരുപാട് ഫിലിം മേക്കേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു കോൺസെപ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു കമേഴ്സ്യൽ ഫാക്ടർ കൂട്ടണം, അല്ലെങ്കിൽ തിയേറ്ററിക്കൽ. കാരണം നമുക്കറിയാം പോസ്റ്റ് കോവിഡ് വന്നിട്ടുള്ള ഒരു ബിഗ് സ്കെയിൽ മാസ് സിനിമകൾ വന്നതോടെ ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ഇൻഡിപെൻഡൻറ്റ് സ്പേസ് എടുത്തിട്ട് സിനിമ ചെയ്യാൻ എന്നുള്ളത് ടെൻഷനായി ഇതിൻ്റെ തിയേറ്റർ സക്സസ് എന്ന്. എക്കോയ്ക്ക് ശേഷം ആ ധൈര്യം ആളുകൾക്ക് വല്ലാതെ വന്നിട്ടുണ്ട് എക്കോയ്ക്ക് ശേഷം. അപ്പോൾ എക്കോയ്ക്ക് ശേഷമാണ് ബാഹുലും ഇനി അടുത്ത പടം ചെയ്യേണ്ടത്. അപ്പം ആദ്യത്തെ കിഷ്കിന്ധകാണ്ഡത്തിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു ഐഡിയേഷൻ പാർട്ടിൽ ഈ തോക്ക് സറണ്ടർ ചെയ്യുക ഇലക്ഷൻ കാലത്ത് എന്നുള്ള ആ ഫാക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ പറയുന്ന മലയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വായനകൾ, അത് പലതരം റീഡിങ്സ്, ഒബ്സർവേഷൻസ് ഒക്കെ കടന്നിട്ടാണ് അങ്ങനൊരു തോട്ട് പ്രോസസ്സ് കൂടി വരുന്നത്. സിനിമയിൽ മൂന്നാമത്തെ സിനിമ എന്നുള്ള രീതിയിലേക്കുള്ള ആലോചന വരുന്ന സമയത്ത് ഇപ്പം 20-ലധികം പുസ്തകം വായിച്ചു എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ തോട്ടാണോ വരിക, അല്ലെങ്കിൽ കുറേ ദിവസം പിടിച്ചിരുത്തുന്ന ഒരാലോചനയിലേക്കോ ഒരു ക്യൂരിയോസിറ്റിയിലേക്കാണോ കയറുക? ഉറപ്പായി അതിൻ്റെ ഒരു ഒറ്റവരി ചോദ്യം അടുത്ത മറ്റേ സിനിമയിലേക്ക് കയറി തുടങ്ങിയെന്നുകൂടിയാണ്. ഇല്ല, അങ്ങനെ ത്രെഡുകളായിട്ടൊന്നും മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ രൂപപ്പെടുത്തി കഴിഞ്ഞാലേ നമ്മൾ പിന്നെ ഒരു ബുക്ക് വായിച്ചു, അതിലൊരു ത്രെഡ് തോന്നിയെന്ന് വിചാരിച്ചോ, തൊട്ടപ്പുറത്ത് വേറൊരു ബുക്ക് വായിച്ചു. അപ്പോൾ അത് നമ്മൾ ആസ്വദിക്കാൻ പറ്റില്ല, അത് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. അതിൽ കിട്ടുന്ന എന്തെങ്കിലും ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ത്രെഡുമായിട്ട് ഈ ഡീറ്റെയിൽ ഇവിടെ കയറ്റാൻ പറ്റുമോ നോക്കൂ, അങ്ങനെ ആലോചിച്ചോ. അപ്പോൾ ഈ ബുക്കിൻ്റെ വായനയിലൂടെ കൺസ്യൂം ചെയ്യാൻ സാധ്യതയുള്ള നോളജ് റിസോഴ്സ് നമുക്ക് കിട്ടാണ്ടായിപ്പോൾ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല, ഈ ബുക്കുകളൊക്കെ വായിക്കുന്നു, അതിലെനിക്ക് ഫാൻസി ആയിട്ടോ അനക്ഡോട്ടുകളായിട്ടോ ട്രിവിയലായിട്ടോ തോന്നുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചിടുന്നു.
ആസ് ഇറ്റ് ഈസ് എന്താണോ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ള അത് വെറുതെ നോട്ട്ബുക്കിൽ കുറിച്ചിടുന്നു. അപ്പോൾ ഇതൊക്കെ ഈ വായനയും കുറച്ച് ബുക്കുകളും കൂടെ വാങ്ങിച്ച് വെച്ചതിൽ വായിച്ച് തീർക്കാനുണ്ട്. അത് വായിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ നോട്ട്ബുക്ക് ചുമ്മാ മറിച്ച് നോക്കണം, ഇതിലത്തെ ഏതൊക്കെ പോയിന്റുകൾ, ചുമ്മാ എല്ലാ അപ്പത്തെ ഒന്ന് ക്യൂരിയോസിറ്റിക്ക് എഴുതി വെച്ചാണല്ലോ ഈ പോയിന്റുകളൊക്കെ എങ്ങനെയുണ്ട്, അതൊക്കെ ഇപ്പം വായിക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പം വേണം എന്ത് വേണം എന്നുള്ളത് ആലോചിക്കാൻ. ഓ, ആ ഒരു സെക്കൻഡ് റീഡിങ്ങിലെ ഒരു സ്പാർക്ക് കൂടിയാണ് ഇനി പരിഗണിക്കുക അല്ലേ? നമുക്ക് ഓഡിയൻസ് സൈഡിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കൂടി പോവാം. ഗുഡ് ഈവനിങ് ബാഹുൽ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ബേസിൽ. ഞാൻ എക്കോ ഫസ്റ്റ് ഷോ പോയി കണ്ട ഒരാളാണ്. അത് കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ ടീം എന്നുള്ളൊരു ഒറ്റ പെർസ്പെക്റ്റീവിൽ ഞാൻ പോയതാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിരിക്കും തോറും ഐ വാസ് ജസ്റ്റ് ഓസ്ട്രക്ക്. ഇതൊരു മലയാളം സിനിമ തന്നെയാണോ, ഹൗ ഇസ് ദിസ് പോസിബിൾ എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് മനസ്സിൽ. ആൻഡ് ആ സിനിമയുടെ ഫൈനൽ ഷോട്ട്, ആ മ്ലാത്തിച്ചെടുത്തിയും പിയൂസോ ഡോഗ്സും കൂടി ഇരിക്കുന്ന ഷോട്ട് കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ പ്രൊവൈഡിങ് സച്ച് എൻ എക്സ്പീരിയൻസ്. താങ്ക് യു. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇത് എഴുതുന്ന സ്റ്റേജിൽ ഈ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആൻഡ് ദിഞ്ജിത്ത് അയ്യത്ത് എന്ന് പറഞ്ഞ ഡയറക്ടറുമായിട്ടുള്ള കൊളാബറേഷൻ ഈ എക്സിക്യൂഷനിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? താങ്ക് യു. ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ളൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് എഴുതാനാണോ എന്ത് ഷൂട്ട് ചെയ്യാനാണോ താല്പര്യം അത് മാത്രം എഴുതുക. എന്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റും അത് മാത്രം എഴുതുക. അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് അറിയാൻ പറ്റില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് അയ്യോ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുമായിരിക്കും എന്ന് അറിഞ്ഞൂടാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് ശ്രമിക്കാണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ ഡോഗിൻ്റെയൊക്കെ കാര്യത്തിൽ ഹെൽപ്പായത്, ഞാൻ ഈ 1-2 പടങ്ങൾക്ക് ഞാൻ ക്ലാഷ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫോറൻസിക്കും പ്രീസ്റ്റിലൊക്കെ അതിൻ്റെ ക്യാമറമാൻ സുഹൃത്താണ് അഖിൽ ജോർജ്. പുള്ളിക്കും മറ്റ് പേഴ്സണലി ഒരു അസൗകര്യം വന്നപ്പോൾ കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വന്നപ്പോൾ പകരക്കാരൻ ക്യാമറമാനായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രീസ്റ്റിൽ ഡോഗ് ഒക്കെ ഇൻവോൾവ് ആകുന്ന ഒരു കുറച്ച് ദിവസങ്ങളായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നാണ് ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് ഡോഗിനെ വെച്ചിട്ടുള്ള സീനുകൾ ഷൂട്ട് ചെയ്യുന്നത്. അതെൻ്റെ അന്ന് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നാണ് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കുറേ മനസ്സിലായത്. ഡോഗിനെ വെച്ച് എന്തൊക്കെ പറ്റും, ഡോഗിനെ വെച്ച് ഇങ്ങനെയുള്ള ഷോട്ടുകൾ എടുക്കാൻ നമ്മൾ എന്തൊക്കെ തയ്യാറെടുക്കണം, ആ ഡോഗിൻ്റെ ട്രെയിനറുമായിട്ട് നമ്മൾ ഏത് രീതിയിൽ വേണം ഇൻട്രാക്ട് ചെയ്യാൻ, ആ ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് അതിനിരിക്കുന്നത്. പിന്നെ ഷോട്ടുകളെല്ലാം നമ്മൾ വളരെ സേഫായിട്ട് ദൂരെ മാറി ഒരു ടെലി ലെൻസ് ഇട്ട് സൂം ഇട്ടിട്ട് സേഫായിട്ട് വെക്കുക എന്നുള്ളത് അതൊരു രസമില്ല. കൂടുതൽ ഇൻട്രാക്റ്റീവ് ആവണം, ഹാപ്പനിങ് ഫോർ റിയൽ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഹാൻഡ് ഹെൽഡായി പിടിച്ച് ഡോഗിൻ്റെ എത്ര അടുത്ത് നിന്നിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അന്ന് ആ ട്രെയിനർ സാജൻ സജി സിറിയക് എന്ന് പറഞ്ഞൊരു ട്രെയിനറായിരുന്നു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയായിട്ട് ചേട്ടാ ഞാൻ അടുത്ത് നിന്നോട്ടെ, ഡോഗ് അറ്റാക്ക് ചെയ്യോ, ഇല്ല കുഴപ്പമില്ല നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ അത് സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പുള്ളിയും ധൈര്യം കാണിച്ചു. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ അന്ന് ആ ഷൂട്ടിൽ നടത്താൻ പറ്റി. എനിക്കൊരു സെൽഫ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ അന്ന് ചെയ്തു നോക്കാനും പഠിക്കാനും ഒക്കെ പറ്റി. ആ അനുഭവങ്ങൾ എക്കോ എഴുതുന്ന സമയത്ത് വലിയാണ്ട് ഗുണം ചെയ്തു. ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളത് അന്നത്തെ അനുഭവത്തിൽ നിന്ന് മാത്രം ഉണ്ടായതാണ്. സോ അത് ഈ പറഞ്ഞൊരു ഒന്നും എങ്ങനെ നടത്തിയെടുക്കും എന്നുള്ള രീതിയിൽ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ ബഡ്ജറ്റിനുള്ളിൽ ഇത് തീർക്കാൻ പറ്റുമോ എന്ന് മാത്രമേ ഒരു സങ്കോചം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദിഞ്ജിത്തേട്ടനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷി അമ്മണിപ്പട്ടിലോട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, സൈലൻ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുള്ളി ആവശ്യത്തിന് ഫ്രീഡം സ്പേസും ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു കൺവീനിയൻസ് സ്പേസിൽ ഈ പറഞ്ഞ എന്ത് ആഗ്രഹത്തിലാണോ ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചത്, ആ ആഗ്രഹം സാറ്റിസ്ഫാക്ടറി ആയിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന വർക്കുകളായിരുന്നു ഇതൊക്കെ. അത് ഈവൻ കേരള ക്രൈം ഫയൽസ് ആയാലും. ഹലോ സർ, എൻ്റെ പേര് ആദിത്യൻ എന്നാണ്. ഞാനിവിടെ ജെയിൻ യൂണിവേഴ്സിറ്റി ഒരു MA ഫിലിം ആൻഡ് മീഡിയ സ്റ്റുഡൻ്റ് ആണ്. സാറിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാറിൻ്റെ സ്ക്രീൻ പ്ലേസിൽ പൊതുവെ സാർ പെരിഫറലിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഡയലോഗ്സിനെക്കാളും ആ സീൻ പ്ലേ ഔട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻസ് വഴിയോ സൈലൻസസ് വഴിയോ ഒരുപാട് കാര്യങ്ങൾ ഓഡിയൻസിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഇത് റൈറ്റിങ്ങിൽ എന്തുമാത്രം, അല്ലെങ്കിൽ ഇതൊരു കോൺഷ്യസ് ഡിസിഷൻ ആണോ, എങ്ങനെയാണ് ആ ഒരു ഇതിലോട്ട് എത്തുന്നത്, ക്യാരക്ടേഴ്സ് ഇങ്ങനെ പ്ലേ ഔട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു ഡിസിഷൻ എന്തുമാത്രം കോൺഷ്യസ് ആണ്, റൈറ്റിംഗ് എഴുതി വരുന്ന ഫ്ലോയിൽ ഡിസൈഡ് ആവുന്നത് എന്തുമാത്രമാണെന്നൊന്ന് പറയാമോ? എല്ലാ കാര്യങ്ങളും എഴുതി വരുന്ന ഫ്ലോയിൽ ഡിസൈഡ് ആവുന്നതാണ്. അപ്പോൾ എന്ത് സബ് കോൺഷ്യസ്ലി കയ്യിൽ എന്ത് തോന്നുന്നോ അത് വെച്ച് ടൈപ്പ് ചെയ്യുക എന്നുള്ള മാത്രം, ബാക്കി അതിന് ശേഷം ആലോചിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒന്ന് നമ്മുടെ ഒരു മോണോട്ടോണിയെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കുറേ നേരമായിട്ട് നമ്മൾ ഈ ക്യാരക്ടറിനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു, ആ മോണോട്ടോണസ് ആയിട്ട് എനിക്കും തോന്നി ഇനി ഒരു ബ്രേക്ക് എടുക്കാം എന്ന് തോന്നിക്കാം ഓക്കെ ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ഡീറ്റെയിലും കൂടെ കൊടുക്കാം എന്ന് തോന്നിയിട്ട് ഞാൻ തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സെൽഫ് പ്ലഷർ ഉണ്ടാക്കാൻ നോക്കുന്നതാണ് സംഗതി.
പിന്നെ ഈ ഇങ്ങനെയൊക്കെ ഈ തോന്നിയ വഴിക്ക് പോകാനുള്ള ഈ ഒരു തോന്നിവാസം കാണിക്കാനൊക്കെ ഉള്ളൊരു ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വീട്ടിൽ നിന്ന് പാരൻസിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയേക്കണേ. അപ്പോൾ അത് താങ്ക്ഫുള്ളി എനിക്കത് ഓർക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു കാര്യത്തിൽ അവർ ഒന്നും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും മര്യാദക്ക് പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ കോളേജിലൊക്കെ അല്ലെങ്കിൽ സിനിമയിലോട്ട് എത്തുന്ന സമയം തൊട്ട് ഞാൻ സിനിമ കാണൽ ഭയങ്കര കുറവാണ്. ഏറ്റവും കൂടുതൽ ഞാൻ സിനിമ കണ്ടിട്ടുള്ളത് ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടി വിയിൽ ഒരു ദിവസം അവധിയാണെങ്കിലും 3-4 പടങ്ങൾ അടുപ്പിച്ചിട്ട് കാണും. എല്ലാം ഒരുവിധം 80s തൊട്ട് 2010 വരെയുള്ള സിനിമകൾ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നല്ലതും മോശവും അറിയാത്തവരും അറിയുന്നവരും എല്ലാം അഭിനയിച്ച എല്ലാ പടങ്ങളും. അപ്പോൾ ഇതിന് അത്രയും സപ്പോർട്ടുകൾ സിനിമാ പ്രാന്തന്മാരായിട്ടുള്ള വീട്ടുകാരും കൂടെ ഉള്ളതാണ്. അവരാരും എൻ്റെ അടുത്ത് കുറേ നേരമായി സിനിമ ആണെന്ന് പോയിരുന്ന് പഠിക്കുന്ന ആളെ പരീക്ഷയിൽ ഇത് പറയാറില്ല. കാണുന്നത് കണ്ട് അവരും കൂടി ഇരുന്ന് കാണുകയുള്ളൂ. അപ്പോൾ അതിന് അവർ തന്നൊരു ലൈസൻസ് ആണ്. തോറ്റു പോകാനുള്ളൊരു പേടിയില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു, അതിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ട്രിവിയൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാരണായിരത്തിൽ പറയില്ല നീങ്കത എന്നോട് ഹീറോ ഡാഡി എന്ന് പറയുന്നൊരു റിയലൈസേഷൻ മൊമെൻറ്റ് പറയുന്നില്ലേ. ഇത് ഓരോരോ സ്റ്റേജിൽ എനിക്ക് നടന്നിട്ടുള്ള കാര്യം ഇപ്പോൾ പറയണമെങ്കിൽ എനിക്കൊരു 3 വയസ്സോ മറ്റോ 3-3.5 വയസ്സോ മറ്റോ ഉള്ളപ്പോൾ ഞാൻ ഇത് എപ്പോഴും വീട്ടിലെപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ ഓർത്തിരിക്കുന്നത്. അല്ലാതെ ഞാനായിട്ട് ഓർമ്മയുള്ളതല്ല. ഞാൻ എപ്പോഴും ഒരു ഐസ്ക്രീം തിന്ന്, അന്ന് സ്കൂപ്പാണല്ലോ, ഒരു വനില സ്കൂപ്പ്, പുറത്ത് പോയിട്ട് ഒരു കൂൾബാറിൽ കയറിയിട്ട് ഒരു സ്കൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒന്നും കൂടെ വേണം എന്ന് പറയും. ഒന്നും കൂടെ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കും. ഇപ്പോൾ എപ്പോഴും ആരും വാങ്ങിച്ചു തരില്ല. എപ്പോഴും ഒരിക്കലും ഞാനും അച്ഛനും മാത്രമായിട്ട് ഒരു ദിവസം ടൗണിൽ പോയപ്പോൾ ഒരു സ്കൂപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പതിവ് പോലെ ചോദിക്കുന്നതാണ്, ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു തരുമോ. ഉടനെ അച്ഛൻ വിളിച്ചിട്ട് ഒരു ഐസ്ക്രീം, സപ്ലയറെ വിളിച്ച് ഒരു ഐസ്ക്രീം കൂടെ ഇവർ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ എക്സൈറ്റഡ് ആയിട്ട് ചാടി ഇരുന്നിരുന്ന കസേരയിൽ നിന്ന് ടേബിളിൽ കയറി എന്ന് പറഞ്ഞ് തുള്ളി ഇരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പിന്നീട് ഒരു 2003-2002 സമയത്തൊരു ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലൻഡ് ഒരു ട്രൈ നാഷണൽ സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാനിട്ട് പത്രം എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് സ്പോർട്സ് പേജാണ് അന്ന്, അത് മാത്രമേ നോക്കുള്ളൂ. അത് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് ഫൈനൽ എന്ന് കാണിക്കുന്നു, ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ ഇന്ന്. ഞാൻ അച്ഛനടുത്ത് ചോദിച്ചു, അച്ഛൻ ഇന്ന് ഫൈനലാണ്, ഇന്ന് സ്കൂളിൽ പോകാണ്ടിരുന്നാലോ എന്ന് ചോദിച്ചു. പോകണ്ട എന്ന് പറഞ്ഞു. അന്ന് ഇരുന്ന് ഫൈനൽ കണ്ടു. അപ്പോൾ ഇതിന് ശേഷം പിന്നെ +1 പരീക്ഷ എത്തിയപ്പോൾ +1 ആനുവൽ എക്സാം, ഫിസിക്സ് ആനുവൽ എക്സാം കണ്ടാണ്. തലേ ദിവസം ഒരു തരിയും തലയിൽ കയറുന്നില്ല. അപ്പോൾ ഇനി കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ പ്രഷർ അടിക്കുക എന്നല്ലാതെ ഒന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ പോകുന്നില്ല എന്ന് മനസ്സിലായി. ഞാൻ അച്ഛനടുത്ത് വിട്ടു പറഞ്ഞു, അച്ഛൻ പണി പാളി, ഒന്നും തലയിൽ കയറുന്നില്ല, പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും. ശരി, ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട, വെറുതെ ഇരുന്നോ, എന്നോട് ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് ആലോചിച്ചിട്ട് അന്ന് രാത്രി സെക്കൻഡ് ഷോയ്ക്ക്, നാളെ പരീക്ഷയാണ്, +1 ആനുവൽ എക്സാമാണ് ഫിസിക്സ്. ഇന്ന് രാത്രി അന്ന് ഏതാ ഇൻഗോസ്റ്റോസ് ഇന്നോ അന്നും കണ്ട് ആ റിലീസായ സമയം കണ്ടായിരുന്നു തോന്നുന്നു, അത് സെക്കൻഡ് ഷോ കാണാൻ പോയി. അപ്പോൾ ഈ രീതിയിലുള്ള സപ്പോർട്ടുകൾ വീട്ടിലുള്ളതുകൊണ്ട് എപ്പോഴും ഒരു അഭയമുണ്ട്. ഇവിടുന്ന് ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഫോൾട്ടർ ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് വീണ് പോയി കഴിഞ്ഞാലും തിരിച്ച് ധൈര്യമായിട്ട് വീട്ടിൽ പോവാം. ആ ഒരു സപ്പോർട്ടിന് അവരുണ്ടാവും. അതുകൊണ്ട് എഴുത്തിലായാലും അത് ഈ പറഞ്ഞ ഇതൊക്കെ സൈക്കോളജിക്കലി ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ മാറുന്നതിൻ്റെ ഒരു ഫാക്ടറാണ് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതുമ്പോൾ ഇത് തെറ്റിപ്പോയി, എഴുതുന്നത് നല്ലതാണോ അല്ലയോ, ഇത് ശരിയാണോ അല്ലയോ, സിനിമയുടെ ശാസ്ത്രം വെച്ചിട്ട് ഇത് കറക്റ്റായിരിക്കുമോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാതെ ചുമ്മാ തോന്നിവാസം പോലെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനായിട്ട് ഇത് മാറാറുണ്ട്. സമയക്കുറവ് മൂലം നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഫിയർ ഓഫ് ഫെയിലിയർ ഇല്ലാതെ എഴുതി നമ്മളെല്ലാവരെയും രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാഹുൽ രമേശിന് ഒരു സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ മധുകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സസ്നേഹം. മികച്ച ഛായാഗ്രാഹകർ മലയാളത്തിലുണ്ടായിട്ടുണ്ട്, മികച്ച എഴുത്തുകാരും മലയാളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരേ സ്കില്ലോട് കൂടി ചെയ്ത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലാകാരന് എല്ലാ ആശംസകളും നേരുന്നു. ആൻഡ് വി ആർ സോ ഗ്ലാഡ് ടു ബി ഹോസ്റ്റിംഗ് യു അറ്റ് ജെയിൻ യൂണിവേഴ്സിറ്റി. He's the controller of examinations with Jain University, Dr. Madhukumar, presenting a token of our appreciation to Bahul Ramesh. We request the three of you to step up for a group photograph, please.